കേരള കോപ്പറേറ്റീവ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ സംസ്ഥാന ജാഥയ്ക്ക് പാലക്കാട് സ്വീകരണം നൽകി. ക്ഷാമാശ്വാസം പുനഃസ്ഥാപിക്കുക, പെൻഷൻ പരിഷ്കരിക്കുക, മെഡിക്കൽ അലവൻസ് വർദ്ധിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ജാഥ സംഘടിപ്പിച്ചത്. പട്ടാമ്പി, ഒറ്റപ്പാലം, മണ്ണാർക്കാട്, ചിറ്റൂർ, ആലത്തൂർ താലൂക്കുകളിലും സ്വീകരണം നൽകി. താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് എം ശിവശങ്കരൻ അധ്യക്ഷത വഹിച്ചു. അന്ന് പല സംഘങ്ങളും ധിക്കരിച്ചുകൊണ്ട് സർക്കാർ DA കൊടുത്തു. ഓഡിറ്റർമാർ ഒബ്ജക്റ്റ് ചെയ്തു. ഹൈക്കോടതിയിൽ പോയി പ്രശ്നങ്ങളായി. അതിന് നമ്മളൊരു നിയതമായ നിയമം ഉണ്ടാക്കി. ശ്രീമാൻ NK ബാലകൃഷ്ണൻ മന്ത്രിയായിരിക്കുമ്പോൾ സഹകരണ സംഘ ജീവനക്കാർക്ക് സർക്കാർ DA ബാധകമാണ്. അത് കഴിഞ്ഞു നമ്മൾ 87 കാലം വന്നു. 87 കാലം വന്നപ്പോൾ നമുക്ക് തോന്നി ഇങ്ങനെ പോയാൽ പോരാ, നമ്മുടെ ജീവിതം കുറേ കഴിയുമ്പോൾ വഴിമുട്ടും, നമുക്ക് പെൻഷൻ വേണം. ഞാനൊന്നും സർവീസിൽ വരുമ്പോൾ മായപ്പെട്ട നിങ്ങളൊന്നും പെൻഷനെ കുറിച്ച് ആലോചിച്ചിട്ടില്ലല്ലോ. നമ്മൾ പറഞ്ഞു പെൻഷൻ വേണം, ആലോചിച്ചു, സമരം ചെയ്തു. 92 ഒരു ഡയറക്ഷൻ ഇറങ്ങി. അപ്പോഴും ഈ വിദ്വാന്മാരെ എതിർത്തു. സഹകരണ മേഖലയിൽ പെൻഷനോ എവിടെ നിന്ന് കൊടുക്കും? എന്താ നമ്മുടെ എതിർകക്ഷികൾ ആരായിരുന്നു? 1650 സംഘങ്ങളാണ് ഇപ്പോൾ ഉള്ളത്. × 9 + 11 ഡയറക്ടർമാർ ഒന്നിച്ചെതിർത്തു. ശമ്പളം കൊടുക്കാൻ പറ്റില്ല, പെൻഷൻ കൊടുക്കാൻ പറ്റില്ല. ഇപ്പോഴത്തെ സ്ഥിതി ഞാൻ പിന്നീട് പറയാം. ഇത് നിരന്തരമായി നമ്മുടെ സംഘടനകൾ, ജീവനക്കാരുടെ സംഘടനകൾ വലിയ പ്രക്ഷോഭത്തിലായിരുന്നു. വലിയ പ്രക്ഷോഭത്തിലൂടെയാണ് നമ്മൾ ഇവിടെ എത്തിയത്. ആരും സൗജന്യമായി വിളിച്ചു തന്നതല്ല. ജാഥ ക്യാപ്റ്റൻ മുണ്ടൂർ രാമകൃഷ്ണൻ, M ഗോപാലകൃഷ്ണൻ, K ബാലസുബ്രഹ്മണ്യൻ, P മനോമോഹനൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. UTV ന്യൂസ്, പാലക്കാട്.